നിർണായകമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതി യോഗം പുരോഗമിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഐക്യത്തോടെ നീങ്ങണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. യുഡിഎഫുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള പി.വി. അൻവറിന്റെ തീരുമാനം, വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരായ കേസ്, ബ്രൂവറി ആരംഭിക്കാനുള്ള സർക്കാർ അനുമതി തുടങ്ങിയ വിഷയങ്ങൾ രാഷ്ട്രീയകാര്യ സമിതി ചർച്ച ചെയ്യും. ഒരുപാട് വിഷയങ്ങൾ എല്ലാം ചർച്ച ചെയ്യാനല്ലേ ഇരിക്കുന്നു. സാജു വിശദാംശങ്ങൾ നൽകും. സാജു, അൻവർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. അതിനൊപ്പം ഈ രമേശ് ചെന്നിത്തല സമാന്തരമായി ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ റോളിലേക്ക് എത്തി എല്ലാ വിഷയങ്ങളിലും നിലപാട് സ്വീകരിക്കുകയും ഇപ്പോൾ ഈ ജാതി സംഘടനകളുമായൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു 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 പാരലൽ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നൊരു ഘട്ടമുണ്ടല്ലോ. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ, ആഭ്യന്തരമായ അത്തരം വിഷയങ്ങളൊക്കെ കൂടി ചർച്ചയ്ക്ക് വരാൻ ഇടയുണ്ടോ ഈ രാഷ്ട്രീയകാര്യ സമിതിയിൽ? സൈഫുദ്ദീൻ, ഏതാണ്ട് ഒരു വർഷ കാലയളവിനിടയിൽ ചേരുന്ന കെ.പി.സി.സിയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗമാണിത്. കെ.പി.സി.സിയുടെ രാഷ്ട്രീയകാര്യ സമിതി പുനഃസംഘടിപ്പിച്ചതിന് ശേഷം ചേരുന്ന ആദ്യ യോഗം. ഇപ്പോൾ ഏതാണ്ട് 38 പേരാണ് രാഷ്ട്രീയകാര്യ സമിതിയിലുള്ളത്. ആ രാഷ്ട്രീയകാര്യ സമിതി പുനഃസംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിരുന്ന പത്മജ വേണുഗോപാൽ ഇപ്പോൾ പാർട്ടിയിൽ പോലും ഇല്ല എന്നുകൂടി നമ്മൾ ഓർക്കണം. അത്രയും ഒരു ഗ്യാപ്പിനിടയിലാണ് ഈ സമ്മേളനം, ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ അക്കാര്യം പറഞ്ഞത്. 2:40 തന്നെ യോഗം ആരംഭിച്ചിട്ടുണ്ട് കെ.പി.സി.സി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ. പക്ഷേ ഇപ്പോഴും യോഗം നീളുകയാണ്. നമുക്കിപ്പോൾ ഈ യോഗത്തിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഓൺലൈനായിട്ടാണ് പങ്കെടുത്തത്. അദ്ദേഹം ഈ യോഗത്തിൽ സംസാരിച്ചു കഴിഞ്ഞു. അദ്ദേഹം പ്രധാനമായും പറഞ്ഞ കാര്യം, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ്. താഴ്ത്തട്ട് മുതൽ മുകൾ തട്ട് വരെ കൃത്യമായ ഏകോപനത്തോടു കൂടിയും ഐക്യത്തോടു കൂടിയും പ്രവർത്തിക്കണം, എങ്കിൽ മാത്രമേ വിജയം കൊയ്തെടുക്കാൻ കഴിയൂ എന്ന നിലയിലുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മറ്റ് നേതാക്കൾ ഇപ്പോൾ സംസാരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ എത്തിക്കാൻ കഴിയും. ഈ യോഗത്തിലേക്ക് ഇപ്പോൾ കയറുന്നതിന് മുമ്പ് എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ അൻവർ അടക്കമുള്ള വിഷയങ്ങൾ സംസാരിക്കുമെന്ന് അത് സംബന്ധിച്ച നമ്മൾ ചോദിച്ചപ്പോൾ സൂചന നൽകിയിരുന്നു. സ്വാഭാവികമായും അതൊക്കെ യോഗത്തിൻ്റെ പരിഗണനയിലേക്ക് വന്നേക്കും. ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കങ്ങളായ മിഷൻ 2025 ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒപ്പം കെ.പി.സി.സിയിൽ നേതാക്കൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ചില തർക്കങ്ങളിലേക്കൊക്കെ വഴിവെച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളടക്കം മറ്റ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇതിനെല്ലാം അപ്പുറം അൻവറിൻ്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അൻവർ കത്ത് നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവിനും അതുപോലെ തന്നെ കെ.പി.സി.സി അധ്യക്ഷനും എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിനുമൊക്കെ അൻവർ കത്ത് നൽകിയിട്ടുണ്ട്. അതിന്മേൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ചർച്ചകൾ നടക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വയനാടുമായി ബന്ധപ്പെട്ടതാണ്. വയനാട്ടിലെ നേതാക്കൾക്കെതിരെ ബാങ്ക് ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസുകൾ, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങൾ യോഗത്തിൻ്റെ പരിഗണനയിലേക്ക് വന്നേക്കും. ഒപ്പം ബ്രൂവറി വിവാദം നിയമസഭയിലടക്കം എങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തണം എന്ന കാര്യവും ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ചർച്ചയാണ്. കാരണം നിയമസഭാ സമ്മേളനം ആരംഭിച്ചിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ ഏതൊക്കെ തന്ത്രപരമായ നീക്കങ്ങൾ സഭയ്ക്കുള്ളിൽ നടത്തണം എന്നതടക്കമുള്ള കാര്യങ്ങൾ, നേതാക്കളുടെ അഭിപ്രായങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനപ്പുറത്തേക്ക് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ അവലോകനം അടക്കം രാഷ്ട്രീയകാര്യ സമിതിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇന്ന് കുറച്ച് കൂടുതൽ സമയം രാഷ്ട്രീയകാര്യ സമിതി നീണ്ടുപോകാനാണ് സാധ്യത. സൈഫുദ്ദീൻ. ശരി സാജു.